നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 500-ന്റെ കള്ളനോട്ടുകൾ കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതായി സൂചന. പാകിസ്ഥാനിലെ പ്രസ്സുകളിൽ അച്ചടിച്ച 500-ന്റെ വ്യാജ നോട്ടുകൾ നേപ്പാൾ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാക് ചാരസംഘടനയായ ISI തന്ത്രം മെനയുന്നതായി റവന്യൂ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസും മറ്റു കേന്ദ്ര ഏജൻസികളും ബാങ്കുകൾക്കും റിസർവ് ബാങ്കിനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ ഭീഷണി നേരിടുകയാണ്. അപ്പോൾ അതിനു മറുപടിയായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്നതത്രേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയിലേക്ക് വ്യാപകമായ തോതിൽ കള്ളനോട്ടുകൾ ഒഴുക്കിവിടുക എന്നതാണ് പാകിസ്ഥാൻ പൊതുവെ ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്ക് ചെയ്യാനുള്ള കഴിവൊന്നും അവർക്ക് ഇല്ലാതാനും. നേപ്പാൾ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇത്തരത്തിൽ ധാരാളം കള്ളനോട്ടുകൾ മുൻകാലങ്ങളിലും പാകിസ്ഥാൻ കയറ്റിവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും കള്ളനോട്ട് യുദ്ധം വീണ്ടും തുടങ്ങാനാണ് പാക് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ലാഹോറിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമുള്ള പാകിസ്ഥാന്റെ അച്ചുകൂടങ്ങളിൽ നിരവധിയായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് 500-ന്റെ കള്ളനോട്ടുകൾ പ്രിന്റ് ചെയ്ത് അവ ബർമ്മ, ബംഗ്ലാദേശ്, നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ഒരുങ്ങുകയാണെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാന് സിന്ധു നദീജല കരാറിൽ ഏറ്റ തിരിച്ചടി അങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാമെന്നാണ് അവരുടെ തന്ത്രം. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ വ്യവസായങ്ങളും കൃഷിയും എല്ലാം തകർന്ന് ജനങ്ങൾ കരിമ്പട്ടിണിയിലാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് 500-ന്റെ നോട്ടുകൾ ഒഴുകിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് പിടിച്ചു കുലുക്കിക്കളയാമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പഹൽഗാമിൽ ടൂറിസ്റ്റുകളെ കൂട്ടക്കൊല ചെയ്ത നടപടിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്രയും കടുത്ത നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ അതിർത്തി കടന്നുള്ള 1-2 സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഇന്ത്യയുടെ പ്രതികാരം ഒതുങ്ങുമെന്നാണ് പാകിസ്ഥാൻ കരുതിയത്. എന്നാൽ സിന്ധു ജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാനി പൗരന്മാരോട് ഇന്ത്യ വിട്ടുപോകാൻ പറഞ്ഞതുമെല്ലാം വലിയ തോതിൽ പാകിസ്ഥാനെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുമ്പോൾ സംഭവിക്കുന്നത് 24 കോടി ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെയാവും. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ നട്ടലാണ് യഥാർത്ഥത്തിൽ സിന്ധു നദി. കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ച് കറാച്ചിയിൽ കടലിൽ ചേരുന്ന സിന്ധു നദിയാണ് പാക് സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. ഈ സിന്ധു നദിയിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടില്ലെങ്കിൽ അതോടെ ഈ പാടങ്ങളെല്ലാം, ഗോതമ്പ് പാടങ്ങളെല്ലാം വരണ്ടുണങ്ങും. ഇത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹം ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് കള്ളനോട്ടുകൾ വ്യാപകമായി ഒഴുക്കി വിട്ടുകൊണ്ടാണ്. 500-ന്റെ കള്ളനോട്ടുകൾ അടിക്കുന്ന നിരവധി പ്രസ്സുകൾ, നിരവധി അച്ചുകൂടങ്ങൾ പാകിസ്ഥാനിലുണ്ട്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ നോട്ടുകൾ എന്ന് കൃത്യമായി നമുക്ക് തോന്നുന്ന വിധത്തിലായിരിക്കും ഈ കള്ളനോട്ടുകൾ ഉണ്ടെങ്കിലും ഇതിന്റെ കട്ടി കൂടുതലും തെളിയാത്ത ചിത്രങ്ങളുമായിരിക്കും. എന്നാൽ ഇതൊന്നും സാധാരണക്കാരൻ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല, നേപ്പാൾ, ബംഗ്ലാദേശ്, ബർമ്മ അതിർത്തിയിൽ കൂടെ എളുപ്പത്തിൽ ഇവർക്ക് ഇത് ISI ഏജന്റുമാർക്ക് കയറ്റിവിടാൻ സാധിക്കും. നേപ്പാളിലും ബർമ്മയിലും ബംഗ്ലാദേശിലും ISIയുടെ സാന്നിധ്യം വിപുലമാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ISI സാന്നിധ്യം ഉള്ള 3 രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ബർമ്മ. ഇവ മൂന്നും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ആ വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴിയും നേപ്പാൾ അതിർത്തി വഴിയും ഇന്ത്യയിലേക്ക് ഇത്തരം കള്ളനോട്ടുകൾ കടത്തിവിടാൻ കഴിയും. ഇതിനെ ചെറുക്കാൻ അതിർത്തിയിൽ ശക്തമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തുക മാത്രമല്ല, എല്ലാ ബാങ്കുകളും ഇക്കാര്യത്തിൽ ശുഷ്കാന്തിയോടെ നടപടികൾ സ്വീകരിക്കണമെന്നും കള്ളനോട്ടുകൾ ദൃഷ്ടിയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ അറിയിച്ച് നശിപ്പിക്കാനും അത് കൊണ്ടുവന്ന ആളെ കസ്റ്റഡിയെടുക്കാനുമുള്ള എല്ലാ നീക്കങ്ങളും നടത്തണമെന്നുമാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും വിവിധ ബാങ്കുകൾക്കും റിസർവ് ബാങ്കിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ബാങ്കുകളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വീണ്ടും ഈ കള്ളനോട്ടുകൾ പാകിസ്ഥാൻ കുത്തിയൊഴുക്കുന്നത്. നോട്ട് നിരോധനത്തോടെ കള്ളനോട്ടുകളുടെ വ്യാപ്തി അല്പം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിലും വീണ്ടും പാകിസ്ഥാൻ പഴയ തന്ത്രം പ്രയോഗിച്ച് ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും സിന്ധു ജല കരാർ റദ്ദാക്കിയതും മറ്റു നടപടികളും പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ നന്നായി ബാധിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി നമ്മൾ പാകിസ്ഥാന്റെ 500-ന്റെ നോട്ടുകളെ കരുതിയിരിക്കുക.